സ്തോത്രം. അല്പസമയം നമുക്ക് ദൈവവചന ധ്യാനത്തിനായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം, എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കാം. Let's go to the book of Hebrews 12, verse 1. Wherefore, seeing we also are compassed about with so great a cloud of witnesses, let us lay aside every weight and the sin which doth so easily beset us, and let us run with patience the race that is set before us. ആകയാൽ നാമും സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകപ്പെട്ടുന്ന പാപവും ഇട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആമേൻ. പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ പാടിയ പാട്ട് ഇത് തന്നെയാണ് പാടിയത്. This is the same song that he sang. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറപ്പാണ് ഇന്നത്തെ ദൈവത്തിൻ്റെ ദൂത് നമുക്ക് ദൈവം നൽകി തരാൻ പോവാ. Hallelujah. സ്തോത്രം. പാട്ട് ഞാൻ പാടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വചനധ്യാനത്തിലേക്ക് കിടക്കാം. ഹല്ലേലൂയ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. Therefore, since we are surrounded by such a great cloud of witnesses, let us throw off everything that hinders and the sin that so easily entangles, and let us run with perseverance the race that is marked out of us. നാം ഒരു ഓട്ടക്കളത്തിലാണ് ആയിരിക്കുന്നത്. We are in a racetrack. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. We are all running. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നയാള് നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാൻ പാടില്ല. Someone who is running on a racetrack, we know, is not distracted by looking both sides. ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഓടി ബിരുദ പ്രാപിക്കുക, ഫസ്റ്റ് പ്രൈസ് വാങ്ങുക, ഏറ്റവും ആദ്യം ഓടിച്ചെല്ലുക. The one who is running on a racetrack, the only thing that he is concerned is running forward and get the prize. നിങ്ങളും ഞാനും ഓട്ടക്കളത്തിലാണ്. We are in a racetrack. വിശ്വാസത്തിന്റെ ഓട്ടത്തിൽ നാം ആയിരിക്കുന്നു. We are in a racetrack of faith. ഹല്ലേലൂയ. അപ്പോൾ ഈ ഓട്ടത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന, നമ്മുടെ സ്പീഡ് കുറയ്ക്കുന്ന, ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ ചെന്നെത്താതിരിക്കാൻ ഇടയിൽ വെച്ച് നമ്മളെ നിർത്തിക്കളയുന്ന, മുടക്കിച്ച് കളയുന്ന പല കാര്യങ്ങൾ നമുക്കെതിരായിട്ട് വരും. So as we go along, go forward, run in this racetrack, there are a lot of things around us that will hinder our racing forward and make us stop our race and make us slow our race so that we will not reach the target. ഹല്ലേലൂയ. Hallelujah. ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. We have to run our race with perseverance. നമ്മുടെ ഉത്തരവാദിത്വം അത്. That is our responsibility. ഓടുന്നവന്റെ ഉത്തരവാദിത്വത്തിലുള്ള കാര്യമാണത്. That is the responsibility of the runner. ഹല്ലേലൂയ. അവൻ ഉഴപ്പ് കാണിച്ച കാര്യങ്ങൾ നടക്കുകയില്ല. If he is not doing it right, nothing will work. അല്ലേ? നമുക്കൊരു ഓട്ടക്കളത്തില് ഓടുന്നതിന് മുമ്പ് പ്രാക്ടീസ് ഉണ്ട്. അവർക്ക് ഒത്തിരി പ്രാക്ടീസ് ഉണ്ട്. Before you actually run a race, there is a lot of exercise and training that goes on before. അവരെന്തെല്ലാം കാര്യങ്ങൾ വർജിക്കണം. There are a lot of things that they will avoid. ഓടുന്നവര് ചുമ്മാ വലിച്ചു വാരി തിന്നത്തൊന്നുമില്ല. Whoever is going to run, they are not going to eat whatever they want. അവർക്ക് തിന്നുന്നതിന് സകല കാര്യം എക്സസൈസ് ഉണ്ട് ഡെയിലി. All their doings, and including their eating, everything is controlled and is according. അവരതുപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് കളത്തിലേക്ക് ഇറക്കുന്നത്. They exercise a lot, they practice a lot. Relentless practice happens before they actually go into the race. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം നമ്മുടെ ഓട്ടക്കളത്തിലായിരിക്കുമ്പോൾ നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ദൈവം നമ്മളോട് പറയും, മക്കളെ ഇതും വെച്ചോണ്ട് ഓടിക്കഴിഞ്ഞാൽ നിനക്ക് നല്ല രീതിയിൽ ഓടാൻ പറ്റത്തില്ല. So when we are in that racetrack, there are a lot of things that
slows us down, and God will show us and tell us that with these things you cannot run your race right. അല്ലേ? അങ്ങനെയല്ലേ ദൈവം ഇതുവരെ നമ്മളോട് പറഞ്ഞു തരുന്നേ? And God will tell us and show us. നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് പറയാം, മക്കളെ നീ ഫസ്റ്റില് ബിരുദ പ്രാപിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നീ തടസ്സപ്പെടുത്തുന്നതും നിനക്ക് സ്പീഡ് കുറയ്ക്കുന്നതും ഉള്ള കാര്യങ്ങളൊന്നും ഒക്കെ വിട്ടുകള, അതൊന്നും വേണ്ട നമുക്ക്. God loves us, and because He loves us, He tells us certain things are not going to help us run fast. It's going to slow us down. So you don't need that. You don't need that extra baggage. Get it out. Praise the Lord. നാം ഒരു ഓട്ടക്കളത്തിലാണ്, ഇത്രയും നമുക്ക് മനസ്സിലായല്ലോ. We understood that we are in a racetrack. ഇത് പറയുമ്പോൾ ഒരു വലിയൊരു സമൂഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. When we are told that we are in a racetrack, at the same time the apostle is showing us a huge cloud of witnesses around us who went before us. നമുക്ക് മുമ്പേ ഓടിപ്പോയവരെ കാണിച്ചുകൊണ്ടേ പറയുന്നത്. He is showing us the witnesses who went ahead of us, before us. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ആ വിശ്വാസ വീരന്മാരെ കുറിച്ച്, ഓട്ടക്കളത്തിൽ ഓടിയവരെ കുറിച്ച്, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭം മുതൽ ഓടിയവരെ കുറിച്ച് അപ്പോസ്തലൻ വിവരിക്കുകയാണ്. So now we were reading from chapter 12, verse 1. So in chapter 11, he's actually talking about all these saints who went before us, who were heroes of faith from the Old Testament, from the book of Genesis onwards. അവരെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് പറ, ഇത്രയും വലിയൊരു സമൂഹം നമുക്ക് മുമ്പായിട്ട് ഓടി അവിടെ ചെന്നിട്ടുണ്ട്. He's showing us all of these saints starting from the beginning, and he's showing us and telling us that all these people have gone and reached the target, reached their goal before us. അവരെല്ലാം വിശ്വാസത്താൽ ഓടിയവരാണ്. They all ran their life with faith. അവർ കാണാത്ത കാര്യങ്ങളെ വിശ്വസിച്ച് ദൈവം പറഞ്ഞതിനെ ഏറ്റെടുത്ത് വന്ന തടസ്സങ്ങളെല്ലാം മാറ്റി അവർ ഓടി തീർത്തവരാണ് അവരുടെ ഓട്ടം. They did not live by faith. Instead, whatever God said, they believed it completely, and they lived their faith, and they finished their race and reached their target just by living in faith. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറഞ്ഞ് അവസാനത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം, 11-ാം അധ്യായം നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ചിലരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. When you come to the last part of chapter 11, 33 മുതൽ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. through faith they conquered, verse 33, 11:33. Through faith they conquered kingdoms, നീതി നടത്തി, administered justice, വാഗ്ദാനം പ്രാപിച്ചു, gained what was promised, സിംഹങ്ങളുടെ വായടച്ചു, shut the mouth of lions, തീയുടെ ബലം കെടുത്തി, quenched the fiery, വാളിന്റെ വായ്ക്ക് തെറ്റി, escaped the edge of the sword, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, whose weakness was turned to strength, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, became powerful in the battle, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, routed foreign armies, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. women received back their dead. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടുന്നതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. Others were tortured and refused to be released so that they might gain a better resurrection. ഉദ്ധാരണം കൈക്കൊള്ളാതെ, ഉദാഹരണം ഒരു വാക്കൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ, ജീവനുള്ള ദൈവത്തെ ഒന്ന് തള്ളി പറഞ്ഞായിരുന്നെങ്കിൽ മരിക്കേണ്ട വരത്തില്ലായിരുന്നു. പക്ഷെ ഏറ്റവും നല്ലൊരു ഉയർപ്പ് അതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ഏറ്റവും നല്ലൊരു ഉയർപ്പ് പ്രാപിക്കേണ്ടുന്നതിന് ഇവിടെ ചിലതൊക്കെ നേടിയെടുക്കാവുന്നവനെ വേണ്ട എന്ന് പറഞ്ഞ്, ഇവിടെ നേടാവുന്ന ജീവനെ വേണ്ട എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? ഭേദ്യമേറ്റു. Those saints received the torture in place. If they had just renounced the Lord Jesus, they would have been released. But instead they chose to be tortured so that they will get a better resurrection instead. ഹല്ലേലൂയ. 36 വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. Some faced jeers and flogging, while still others were chained and put in prison. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, വസ്ത്രമില്ലായിരുന്നു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. They were stoned, they were sawed into two. They were put to death by the sword. They went about in sheepskins and goatskins, destitute, persecuted, mistreated,
The world was not worthy of them. 38 കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. They wandered in deserts and mountains and in caves and holes in the ground. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. The world was not worthy of them. ശ്രദ്ധിക്കണേ, എവിടെ ഉഴന്നു നടന്നേ? ആരുടെ കാരണത്താലാ ഈ ഉഴന്നു നടക്കേണ്ടി വന്നേ? Where did they wander? They wandered. ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസ നിമിത്തമായിട്ടാണ് ഇവിടെ കാടുകളിലും എവിടെയാ ഗുഹകളിലും മലയിലും പിളർപ്പുകളിലും ഒക്കെ ഉഴന്ന് വലഞ്ഞ് നടക്കേണ്ടി വന്നത്. ജീവനുള്ള ദൈവം എവിടെ? These people, these saints, wandered in the deserts and mountains and in caves and holes in the ground, all because of their faith in the Lord. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. Where was this God at that time? The world was not worthy. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ അവർ ജീവിച്ചില്ല. അവർ ഈ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, ആ സാക്ഷ്യമനുസരിച്ച് ജീവിച്ചതുകൊണ്ട് ലോകം അവരെ കല്ലെറിഞ്ഞു, ലോകം അവരെ നിരസിച്ചു, ലോകം അവരെ ഉപദ്രവിച്ചു, ലോകം അവരെ നിന്ദിച്ചു, അവരെ കൊന്നു. Because they did not live according to how the world was living at the time, because they stood up for their faith, they stood up for the living God, the world persecuted them, the world tortured them, they stoned them, they sawed them into two, and they killed them. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദാന നിവൃത്തി പ്രാപിച്ചില്ല. They were all commended for their faith, yet none of them received what had been promised. പക്ഷെ ഒന്ന് പ്രാപിച്ചു, വിശ്വാസത്തിന്റെ സാക്ഷ്യം പ്രാപിച്ചു. They were all commended for their faith. വിശ്വാസത്തിന്റെ സാക്ഷ്യം പ്രാപിച്ചു, വാഗ്ദാന നിവൃത്തി പ്രാപിച്ചില്ല. They were all testified for their great faith, but they did not receive their promise. 40-ാം വാക്യം, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അവരെക്കായാലും ഇങ്ങനെയെല്ലാം കഷ്ടങ്ങൾ സഹിച്ച ഇവരെക്കായാലും ഏറ്റവും നല്ലതാണ് നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത്. God had planned something better for us, so that only together with us would they be made perfect. ഇങ്ങനെയൊക്കെ കഷ്ടവും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചവരെക്കായാലും വലിയ ഒരു വാഗ്ദത്ത നിവൃത്തിക്ക് വലിയ ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ദൈവം കരുതിയിരിക്കുന്നത്. People who suffered all these, what we just read, but God had kept something, had planned something better for us than these people. കണ്ടോ Suffering for Christ. ദൈവജനം വായിക്കുന്നുണ്ടോ? ഇത്രയും കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സത്യത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അങ്ങനെ ജീവിച്ച ഒരു കൂട്ടർക്ക് അവർക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലതൊന്ന് ദൈവം ആർക്ക് വേണ്ടി കരുതിയിരിക്കുന്നു? പറഞ്ഞ ആർക്ക് വേണ്ടി കരുതിയിരിക്കുന്നു? നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി, മണവാട്ടിക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. These people who lived a life, such a sacrificial life, but God had planned much better thing for us, for the new church, for the church, than what He had planned for these people. Because we are the bride. സ്തോത്രം. നാം നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളണം. We have to make sure of our calling. നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായതാണ് പിതാവ് കരുതിയിരിക്കുന്നത്. Because God has planned the best for us. ഒരു കാര്യം ഓർക്കുക, പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. Remember, the Old Testament saints were not able to be born into the household of God. പക്ഷേ പുതിയ നിയമ വിശുദ്ധന്മാർക്കാണ്, നിങ്ങൾക്കും എനിക്കുമാണ് ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിപ്പാൻ ഭാഗ്യം നൽകിയിരിക്കുന്നത്. But you and I have the blessing to be born into the household of God. ആമേൻ. ഒരു കുടുംബത്തിൽ നാം ജനിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അപ്പനുള്ളതിന്റെ സകലത്തിനും അവകാശിയാണ്. When you are born into a family, you become heir of whatever the father has. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിനും പുത്രനായ യേശുക്രിസ്തുവിനും എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം അവകാശികളാക്കി നമ്മെ മാറ്റിയിരിക്കുകയാണ്. That means when we are born into the family of household of God, whatever is owned by God, whatever God and Jesus inherits, we become part of it. We become heirs of it. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സിംഹാസനത്തിന് നമ്മൾ പങ്കാളികളാണ്. Because we are partakers of God's throne.
ആമേൻ. ദൈവത്തിന്റെ അതേ തേജസ്സിന് നമ്മളെ പങ്കാളികളാണ്. We will become part of His glory. എന്തെല്ലാം ദൈവത്തിനും യേശുവിനും ഉണ്ടോ അതിനെല്ലാം നമ്മൾ പുതിയ നിയമസഭ മണവാട്ടി പങ്കാളികളാണ്. Whatever God and Jesus has, we become part of it. Praise New the Lord. Testament church. പഴയ നിയമ വിശുദ്ധന്മാർ ഇത്രയൊക്കെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടും നമുക്ക് ലഭിക്കുന്നത് അവർക്ക് ലഭിക്കത്തില്ല. The Old Testament saints, they went through all these troubles, but whatever we are going to receive, whatever God has planned for us, they are never going to enjoy. ഹല്ലേലൂയ. ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഓർത്തോണം. Remember, this big cloud of witnesses are always around us. ഈ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വിശുദ്ധന്മാര് എല്ലാവരുടെയും എഴുതിയിട്ടില്ല. ഇത്ര വലിയൊരു സമൂഹത്തിന്റെ മധ്യയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. So this, all these saints that we read in the chapter 11 of this book, Hebrews, we are running among them. പ്രൈസ് ദി ലോർഡ്. കോഴിക്കകത്ത് പോയി കിടക്കേണ്ട ഗതിയോടൊന്നുമില്ലല്ലോ. We don't have a faith like have to go sleep in the hole right now. വാളും പട്ടിണിയൊന്നുമില്ലല്ലോ നമുക്ക്. We don't have swords at our heads. അല്ലെ മോളി പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? We're not going through poverty or anything. None of those things what we read. ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ മുകളിൽ നമ്മൾ വായിച്ച കല്ലേറോ ഉപദ്രവമോ പട്ടിണിയൊന്നും ഇപ്പൊ ഏതായാലും ഇല്ല. The things that we just read, flogging, stoning, cutting into two, none of these things we are going through now. അങ്ങനെ വരല്ലേന്നാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. And we pray that none of these things. അതുകൊണ്ടാണ് ട്രംപിനെയൊക്കെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത്. That is why. കാരണം എന്താണെന്നറിയാമോ? അയ്യോ ബുദ്ധിമുട്ടൊന്നും വരരുത്, ഞാനടക്കം. സ്തോത്രം. That is why we pray. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള അങ്ങനെ കയറിയായിരുന്നെങ്കിൽ ഗതികേട് മാറിപ്പോയനെ. സ്തോത്രം. ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് കാരണം ദൈവമേ ഞങ്ങൾക്ക് ഒരു ഉപദ്രവം വരരുത്. സ്തോത്രം. One reason we don't want to suffer. അല്ല ഒന്ന് ചിന്തിച്ചു നോക്കി. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയുന്നത് നമുക്ക് ഈ ഉപദ്രവങ്ങൾ കൂടെയും കഷ്ടങ്ങൾ കൂടെയും പട്ടിണിയായിട്ടും ഈ ആരാധനാ സ്വാതന്ത്ര്യം മുടക്കി ആരാധന ഇല്ലാതെ ഒന്നും പാടില്ല. ഈ സീക്രട്ട് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കാനൊന്നും കർത്താവെ അതൊന്നും അനുവദിക്കരുത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ? സ്തോത്രം. We want the freedom to worship. We don't want our freedom to worship taken away. We don't want to have to pray in secret and all these things. ഒരു ഉപദ്രവവും പാടില്ല, ഒരു കല്ലുപോലും വന്ന് വീഴാൻ പാടില്ല. We don't ഓക്കെ ശരി, ഓക്കെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. praise the Lord. നിങ്ങൾ നിരാശപ്പെടാനല്ല ഈ പറയുന്നത്, ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് പോകാനാ. സ്തോത്രം. പഴയ നിയമ വിശുദ്ധന്മാർ ഇതെല്ലാം, ഈ ഉപദ്രവങ്ങളും ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം ആയിരുന്നിട്ടും അവരുടെ ദൈവത്തെ നോക്കി വിശ്വാസത്തെ വിടാതെ അവർ വീരന്മാരായി ഓട്ടം തികച്ചു. The Old Testament saints, in the middle of all the trials and persecution that they were going through, they still looked at God and ran their race and finished their faith. Praise the Lord. ഇവരുടെ മുമ്പിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. We are actually running in front of them. നമ്മളോട് എന്താ പറയുന്നത് അറിയാമോ? Now what are we told to? നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. There are things that will hinder our running. എന്താ നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നത്? What are these things that hinder our race? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. So those things that make us slow down are the burdens that we carry and the sins that we so easily entangles us. These are the things that we get out. മുറുകെ പറ്റിയിരിക്കുന്ന പാപം. These sins that so easily entangles us. ഇത് എത്ര പോവെന്ന് പറഞ്ഞാലും പോവത്തില്ല, പിന്നെ അള്ളിപ്പിടിച്ചിരിക്കും. Even how hard we try to get these sins out, these things are not going to go. ഇത് മരിക്കുന്നതോടും വരെ അള്ളിപ്പിടിച്ച് ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കും. These have a strong hold of you until you die. പ്രൈസ് ദി ലോർഡ്. Hallelujah. പോകാൻ പറഞ്ഞാൽ പോവോ? Just will not go because നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജഡത്തെ കുറിച്ചാ. അങ്ങനെ പോടാന്ന് പറഞ്ഞ അവൻ മാറി നിൽക്കും അങ്ങോട്ട്. ഇല്ല, അവനകത്തുണ്ടെന്നേ. സ്തോത്രം. the flesh is not going to go just because you said to go. It's going to be there inside of you. ആമേൻ. നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്ഥലത്ത് ഈ എന്താ പറയുക, നമുക്കറിയാം, ഈ ചില ചെടികളുണ്ട് പറമ്പിൽ, എത്ര പറിച്ചു കളഞ്ഞാലും വീണ്ടും വന്നുകൊണ്ടിരിക്കും. കമ്മ്യൂണിസ്റ്റ് പള്ള, There are certain കമ്മ്യൂണിസ്റ്റുകാർ അതുപോലെയാണ്. അവരെ നശിപ്പിച്ചാൽ വീണ്ടും വിശ്വാസികൾ അതുപോലെയാണ്. വിശ്വാസികളെ തല്ലുപിടിക്കാലും there are certain things that just comes back in our garden. വിശ്വാസികളെ എത്ര തല്ലുപിടിക്കാലും അവർ വർദ്ധിച്ചുകൊണ്ടിരിക്കും. Certain weed like plants, no matter how hard you try to get out of and get them out, they're still going to come back.
That's how believers അല്ലേ? are. വിശ്വാസികളെ ഇല്ലാണ്ടാക്കി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, അതിനൊരു കുറവില്ല, അത് ദൈവം നോക്കിക്കോളും. Believers has been persecuted throughout history, but they still kept on growing. ആമേൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. There are certain things that has great stronghold inside of us. മുറുകെ പിടിച്ചിരിക്കുക, The sin that so easily entangles us. പോകത്തില്ല. It won't go. ഞാൻ നിന്നെയും കൊണ്ടാ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അള്ളിപ്പിടിച്ചിരിക്കുക. Those things are saying, I will go only with you. അങ്ങനെയല്ല ജഡം ഇരിക്കുന്ന നമ്മളില്. നിന്നെ സ്വർഗത്തിലേക്ക് വിടത്തില്ല ഞാൻ. That is how the flesh is inside of us. അത് പിശാചിന്റെ വിത്താണ്. That is because it is a seed of Satan. ഇത് നമ്മളിലുണ്ട്. This is inside of us. ഉണ്ടെന്നാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനം അതാ പറയുന്നത്. Because we know the word says it is inside. ഹല്ലേലൂയ. ഈ ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടാതിരിക്കാൻ ഇത് നമുക്ക് തടസ്സമാണ്. These things are actually a hindrance for us not to run our race with perseverance. നമുക്കിപ്പോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ദൈവം പറയാം, നിങ്ങൾ ഈ മുറുകെ പറ്റിയിരിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ പറയുന്നു, മുറുകെ പറ്റിയിരിക്കുന്ന പാവം ഉണ്ടല്ലോ, അത് പാവമാണെന്നേ, അത് പാവമാ, അത് പാവമാണെന്ന് ഓർത്ത് അതിനെന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് നിർമൂലമാക്കാനൊന്നും പറ്റത്തില്ല. അവനെ അടക്കി കൂട്ടിലിട്ട് വെച്ചോണ്ട് ജീവിക്കണം. നിങ്ങളുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തരുത്. The flesh that is inside of you, the sins that entangles you, you have to keep it under control. That should not allow your race to be interfered. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പഴയ നിയമ വിശുദ്ധന്മാർക്ക് പുറമേയുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവർ അതിന്മേൽ ജയമെടുത്തു, അവരുടെ ഓട്ടം പ്രാപിച്ചു. Old Testament saints had certain things externally that they had to overcome and finish their faith. നമ്മുടെ അകത്ത് ശത്രു ഇരിക്കുക. If for us inside is the enemy, ആമേൻ. അതിനെ നാം നിർമൂലമാക്കി അതിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച് അവനെ ജീവനില്ലാത്തതുപോലെ ആക്കിയെങ്കിൽ മാത്രമേ ആത്മീക ഓട്ടം നമുക്ക് മുന്നോട്ട് ഓടാൻ പറ്റത്തുള്ളൂ. we have to get the power of that enemy that is inside of us down and keep him under control. Only then we can run our race and go forward. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ മുറുകെ പറ്റുന്ന പാപമുണ്ട്, മുറുകെ പറ്റിയിരിക്കുന്ന So there is പാപമുണ്ട്. sin that easily entangles us. ഹല്ലേലൂയ. അത് നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. We have to acknowledge that. അപ്പൊ ഇതിനെ വിട്ട് ഓടാനാ പറഞ്ഞത്. So if the verse says to run away, throw that off and run away. എന്താ ഈ മുറുകെ പറ്റുന്ന പാവം എന്ന് ഇവിടെ നമ്മളിവിടെ വായിച്ചത്? മുറുകെ പറ്റുന്ന പാവം വിട്ട് ഓടാൻ പറയുന്നു. അതെന്താ സംഭവം? It says throw off those sins that easily entangle. ആമേൻ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, Colossians 3. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3:5 മുതൽ ഞാൻ വായിക്കാം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരപ്പിക്കുവൻ. 3:5 വായിച്ചത്. Put to death, therefore, whatever belongs to your earthly nature, sexual immorality, impurity, lust, evil desires, and greed, which is idolatry. നിങ്ങളുടെ അവയവങ്ങളെ എന്ത് ചെയ്യാനാ പറഞ്ഞേ? മരപ്പിക്കുവിൻ. Put to death. മരപ്പിച്ച് ജീവനില്ലാത്ത രീതിയിൽ മരപ്പിച്ച് ജീവിക്കണം. You have to put to death, sir. ഓക്കെ, അടുത്തത്. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. Because of these, the wrath of God is coming. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മരപ്പിച്ച് ജീവിച്ചില്ലെങ്കിൽ ദൈവകോപത്തിന് അടിമയാന്ന് പറയുന്നത്. ദൈവകോപം ഉള്ളുണ്ട്. So if you don't control these things or put to death these things, wrath of God is coming. 7-ാം വാക്യം. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. You used to walk in these ways in the life you once lived. 8-ാം വാക്യം. ഇപ്പോഴോ നിങ്ങളുടെ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവ ഒക്കെയും വിട്ട്, കണ്ടോ 11:2 വിട്ട് ഓടുവിൻ. ഇവിടെ എന്താ പറയുന്നത്? വിട്ട് കളവിൻ. But now you must rid yourself of all these things as these: anger, rage, malice, slander, filthy language from your lips. വിട്ടോടുവിൻ. You must rid yourself of all such things. ഓർക്കുക, ഇത് മുറുകെ പറ്റിയിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ. These things are very easily entangling towards us. അപ്പൊ നമ്മൾ ചോദിക്കുക, എങ്ങനെയാ കർത്താവ് ഇത് വിട്ടങ്ങോട്ട് ഓടും? ഇത് പോകുന്നില്ലല്ലോ ഒന്നേ. So we will be asking, how can I just throw this off? It's not going. കഴിഞ്ഞ ഒരാഴ്ച കോപപ്പെടാതെ ജീവിച്ച എത്ര പേരുണ്ട്? How many of you
ഇതൊന്നും തല കാണിക്കാതെ എന്നിൽ ഇതൊന്നും വന്നില്ല എന്ന് പറയാൻ പറ്റുമോ? Last week, can you say that none of these things came to me? I never have any of these. ഞാൻ കൈ ഉയർത്തി പറയാം, എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഈ വചനം പറയുന്നത് വിട്ട് ഓടാൻ പറഞ്ഞ എന്ത് ചെയ്യാം? പിന്നെ വിട്ട് Order. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്താ? എന്തോ ഈ പറയുന്നത്? എന്തുകൊണ്ട്? എന്താ ഇതിൽ ഉദ്ദേശം എന്താ? So when the words say, get rid of these things from yourself, what does it mean? ആദ്യമേ പറയുന്നു മരപ്പിക്കുക, First it says mortify, പിന്നെ പറയുന്നു വിട്ട് കളവിൻ. then get rid of yourself all these things. Praise the Lord. ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? എന്താ? What does God desire? ഓക്കെ, സങ്കീർത്തനം 19 സങ്കീർത്തനം Psalms 19. 12 മുതൽ നാം വായിക്കുമ്പോൾ 19:12 മുതൽ വായിക്കാം. But who can discern their own errors? Forgive my hidden faults. Keep your servant also from willful sins. May they not rule over me. Then I will be blameless, innocent of great transgressions. May these words of my mouth and this meditation of my heart be pleasing in your sight, Lord, my rock and my redeemer. ഓക്കെ, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? Who will understand? Who will discern his own mistakes? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. All the hidden sins, please forgive me. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. Keep your servant also from willful sin. അവ എന്റെ മേൽ വാഴരുതേ May they not rule over me. എന്ന് പറഞ്ഞ എന്റെ മേൽ രാജത്വം നടത്തരുതേ. That means they should not reign over me. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതരഹിതനുമായിരിക്കും. Then I will be blameless, innocent of great transgression. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. May the words of my mouth and the meditation of my heart be pleasing in your sight, O Lord, my rock and my redeemer. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, പഴയ നിയമ വിശുദ്ധന്റെ പ്രാർത്ഥനയാ, എന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിന്റെ വിചാരങ്ങളും ദൈവമേ നിനക്ക് പ്രസാദകരായിരിക്കട്ടെ. This is the prayer of an Old Testament saint. May the words of my mouth and the meditation of my heart be pleasing in your sight. ഇവരെക്കാളും ശ്രേഷ്ഠമായ സ്ഥാനം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. God has planned a much greater blessing. ചോദിക്കട്ടെ, എല്ലാ ദിവസവും ഇതുപോലെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? How many of you pray for this every day like this? പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും ദൈവമേ നിനക്ക് പ്രസാദകരായിരിക്കട്ടെ. May the words of my mouth and the meditation of my heart be pleasing in your sight. How many of you can pray like that? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? No. എന്തി പ്രാർത്ഥിക്കാതെ? നമ്മൾ ഇതിനൊന്നും വലിയ സീരിയസ് കൊടുക്കുന്നില്ലെന്നേ. എന്താ? We don't give സ്വർഗത്തിൽ പോകണം, അതൊക്കെ എല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യം. we don't give much seriousness to these things. We want to go to heaven, but not these. ഒരു ദിവസം ദൈവം ദാനമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ദൈവമേ ഇന്നത്തെ ദിവസം എനിക്ക് നിന്നെ പ്രസാദിപ്പിക്കണം. If God has given you one day, you have to think, I have to please you, I want to please you. എന്റെ വാക്കുകൾ നിന്നെ പ്രസാദിപ്പിക്കണം. The words out of my mouth, എന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ നിനക്ക് പ്രസാദകരമായിരിക്കണം. the meditation of my heart be pleasing in your sight. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യും? അതിനാണ് മുൻതൂക്കം കൊടുക്കണമെങ്കിൽ പ്രാർത്ഥിച്ചിരിക്കും. If you want to please God in your living, then you will give priority for that. ഹല്ലേലൂയ. Hallelujah. നമ്മൾ വായിക്കുന്ന തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? Who can discern his errors? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. Forgive my hidden faults. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരുണ്ട്? Who will pray like that? സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം അതിനെ തളച്ചു വെക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. You have to pray these kind of prayers. Only then you can get rid of the sin that entangles you. കാരണം ദൈവം കാണുമോ, എന്റെ ദൈവമേ എന്റെ മോന് ഇങ്ങനെ ജീവിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. Then you're telling God that you want to live a life like that. God is watching it. God is hearing it. എന്റെ മോളും മോനും
വാക്കിലും ഹൃദയത്തിന്റെ വിചാരങ്ങളിലൊക്കെ ഒരു നിഷ്കളങ്കമായിട്ട് ജീവിക്കാൻ വലിയൊരു ആഗ്രഹം ഉണ്ടല്ലോ. See, my son, my daughter, they want to live a life clean and pure in their words and in their heart. അത് എന്റെ മേൽ വാഴരുതേ ദൈവമേ, Let none of those rule over me. നിന്റെ കൃപ എനിക്ക് വേണം അത് വാഴാതിരിക്കാൻ. I want your grace so that these things don't reign over me. Praise the Lord. ഞാൻ നിഷ്കളങ്കനായി മഹാപാതകരഹിതനായി ജീവിപ്പാൻ അതെന്റെ മേൽ വാഴരുതേ. I want to live a blameless life. I want to be devoid of, innocent of great transgression. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഇങ്ങനെ ഈ ഓട്ടം മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചും ഇതേക്കുറിച്ചൊക്കെ ധ്യാനിച്ചും ഒക്കെ നമ്മൾ അതേക്കുറിച്ച് വിചാരപ്പെട്ടും ഭാരപ്പെട്ടും ഒക്കെ പോയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വരുള്ളൂ, ഇതിന് മേൽ ജയം എടുക്കാൻ. Only when you live like that and pray like that, God's grace is going to come to you so you can overcome these sins that entangles us. ഹല്ലേലൂയ. ഇപ്പൊ നമ്മളോട് പറയുന്നേ, ഇത്രയും വലിയൊരു സമൂഹം നിങ്ങളുടെ ചുറ്റുമുണ്ട്, പലവിധമായ കഷ്ടങ്ങളിലും പ്രയാസങ്ങളും, വീടും ഇല്ലാതെ തുണിയില്ലാതെ കഷ്ടങ്ങൾ അനുഭവിച്ച് അറക്കപ്പെട്ട് അവരവിടെ എത്തിയിരിക്കുക. നിങ്ങൾ മുറുകെ പറ്റുന്ന കാര്യമുണ്ടല്ലോ. അവർക്ക് ആ പ്രശ്നമില്ലായിരുന്നു, അത് അവരോട് പറഞ്ഞില്ലായിരുന്നു. ഏത്? ഈ ജഡത്തെ ജയിക്കാൻ അവരോട് പഴയ നിയമ വിശുദ്ധന്മാരോട് ദൈവം പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മളോട് പറയാ, ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവരോട് ഏറ്റവും നല്ലത് ഒരുക്കിയിരിക്കുന്ന, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവം നമ്മളോട് പറയാ, ദൈവത്തെ പോലെ ആയി തീരാൻ, യേശുവിന്റെ മണവാട്ടിയായി തീരാൻ പറഞ്ഞവരോട് പറയാ, മുറുകെ പറ്റുന്ന പാപം വിട്ട് അതിനെ അടക്കി ഒതുക്കി അതിനെ മരവിപ്പിച്ച് നിങ്ങൾ ജീവിക്കണം, എന്നാൽ ഓട്ടം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. The New Testament saints, us, God has told us the command is to control the flesh and keep the flesh under control and get rid of all the sins that entangles us. Only then we can be part of his household, because we are born into the household while we are here. ഹല്ലേലൂയ. ഇത് സീരിയസ് ആയിട്ട് എടുത്താൽ നമുക്ക് വലിയ നേട്ടമായിരിക്കും. If you take this seriously, it will be great benefit for us. പ്രൈസ് ദി ലോർഡ്. ആദ്യമേ നമ്മുടെ കുറ്റത്തെ ഗ്രഹിക്കണം, നമ്മുടെ കുറവിനെ, പാപത്തെ ഗ്രഹിക്കണം. First, we have to discern our errors. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നേ, ഈ ജഡത്തെ ജയിക്കാനുള്ള ചില കാര്യങ്ങൾ, ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, മാനസാന്തരം നമ്മളിൽ ഉണ്ടാകണം. So that's why in ദൈവഹിതപ്രകാരം. order to overcome the flesh, we need to have a godly sorrow inside of us. ഹല്ലേലൂയ. And then we have to repent. ഈ ഒരു ദിവസം എൻ്റെ ദൈവം എനിക്ക് ദാനമായി തന്നിരിക്കുന്നു, ഈ ദിവസം എനിക്ക് ജഡത്തിന്റെ മേൽ ജയിക്കണം. ഇന്നത്തെ ദിവസമാ, നാളത്തെ കാര്യം വിട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, അതത് ദിവസത്തിന്റെ വിചാരം അതത് ദിവസം മതി. നാളത്തെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ടെന്നേ. ഇന്ന് നിങ്ങൾ ജഡത്തെ ജയിക്ക്, പിശാചിനെ ജയിക്ക്, ലോകത്തെ ജയിക്ക്. കർത്താവ് പറഞ്ഞില്ലേ, അതത് ദിവസത്തിന്റെ ദോഷം അന്നൊന്നും മതി. ഇന്ന് സ്തോത്രം. Jesus said every day has its own burdens. So today, all we have to do is you have to have the grace to overcome the flesh today, overcome the sins today, to throw off the sins that entangle us today. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരു ദിവസം നമുക്ക് കിട്ടി, നമ്മളിങ്ങനെ പോകും, ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് കോപപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു. അത് വന്നു. So when we are going like that, when that situation come, when we would normally we get angry, പെട്ടെന്ന് അങ്ങ് മാനസാന്തരപ്പെടുക. immediately that situation came and you did immediately repent. അത് മാനസാന്തരപ്പെടുന്ന ഉടൻ തന്നെ, കർത്താവേ എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ, ഇത് മുറുകെ പറ്റിയിരിക്കുക. പെട്ടെന്ന് മാനസാന്തരപ്പെട്ടിട്ട് നിന്റെ രക്തത്താൽ എന്നെ കഴുകണം, എനിക്ക് കൃപ തരണമേ എന്നങ്ങ് പറയണേ യേശു ദൈവത്തോട്. As soon as you discern that error, immediately you repent. And then, Lord Jesus, wash me in your blood. Give me your grace for self-control. ഓരോ സമയവും നമ്മൾ മാനസാന്തരപ്പെട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ. We are called to live in a repentant way, on repentance, every moment of our lives. പുതിയ നിയമം ആരംഭിക്കുന്നത് മാനസാന്തരം എന്ന പ്രസംഗത്തിൽ, മാനസാന്തരപ്പെടുവിൻ തുടങ്ങിയിട്ടാ. New Testament preaching starts by preaching on repentance. യോഹന്നാന്റെ പ്രസംഗം എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവിൻ. What did John the Baptist preach? He started preaching saying, repent, for the kingdom of God is at hand. യേശു എന്താ പ്രസംഗിച്ചേ? What did Jesus preach? മാനസാന്തരപ്പെടുവിൻ. Repent, same thing. അപ്പോസ്തലന്മാർ എന്താ പ്രസംഗിച്ചേ?
What did apostles preach? എന്താ പ്രസംഗിച്ചേ? ഇന്ന് ഈ കാണുന്ന കൂത്തുകൾ വല്ലതും കാണുന്നുണ്ടോ ലേഖനങ്ങളിലോ അല്ലെങ്കിൽ അപ്പസ്തലന്മാർ വല്ലതും പറഞ്ഞു? എല്ലായിടത്തും മാനസാന്തരപ്പെടാനാ പറഞ്ഞത്. സ്തോത്രം. Whatever we see today, you don't see any of those in apostles' teaching. They were all preaching on repentance. ഹല്ലേലൂയ. അപ്പസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടുവാൻ ദൈവം ജനങ്ങളോട്, മനുഷ്യരോട് കൽപ്പിക്കുന്നു. Acts 17, it says everybody is asked to repent. God is commanding everyone to repent. He's not going to take into account the things that you didn't know before in the times of ignorance. 17:30 എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ കണ്ടില്ലേ? കിട്ടിയില്ലേ സിസ്റ്ററെ? 17-ാം അധ്യായം 30 31? അപ്പോസ്തല പ്രവൃത്തി. And the times of this ignorance God winked at, but now commanded all men everywhere to repent. 30. ഓക്കെ എല്ലാവരും എല്ലായിടത്തും, എല്ലാവരും എല്ലായിടത്തും All people everywhere. എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്തും Inside the church, വീട്ടിലും in the house. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടാൻ മനുഷ്യരോട് ഇതൊരു ഭയങ്കര കൽപ്പനയാ. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ കൽപ്പനയാണ് മാനസാന്തരം. In the past, God overlooked such ignorance, but now He commands all people everywhere to repent. Praise the Lord. ഇത് മുറുകെ പറ്റിയിരിക്കാൻ നമ്മളിൽ അത് വരും. ഓരോ ദിവസം വരുമ്പോ പെട്ടെന്ന് മാനസാന്തരപ്പെടുക. So this sins are entangled to us. It's part of us. So Amen. as soon as it comes, you have to repent. കൺമോഹം വരും, The lust of the eyes will come. അത്യാഗ്രഹം വരും, Greed will come. അസൂയ വരും, Jealousy will come. ക്രോധം, കോപം, ഇതെല്ലാം വരും. Anger, dissension, all these. ഇത് നമ്മളെ വിട്ട് പോയിട്ടില്ല, നമ്മുടെ അകത്തുണ്ട്. These have not left us. ഇത് വരുമ്പോൾ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. When it comes, immediately repent. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം നമുക്കുണ്ടായിരിക്കണം. We should have this godly sorrow. എന്റെ കർത്താവേ, ഒരു വിശുദ്ധ ജീവിതം ചെയ്യാൻ ഇതിന്റെ മേളിൽ ഞാൻ ജയിക്കണമല്ലോ, പക്ഷെ ഇത് എന്റെ മേൽ വാഴുകയാണല്ലോ എന്റെ യേശുവേ. I have to overcome this, oh Lord, to live a holy life, but this is overcoming me. പ്രൈസ് ദി ലോർഡ്. ആ മാനസാന്തരപ്പെട്ട് നമ്മൾ യേശുവിനോട് അത് ഏറ്റു പറയുമ്പോ നമ്മൾ കഴുകി, പിന്നെ നമ്മൾ അത് അങ്ങനെ കോപപ്പെട്ടിട്ടേ ഇല്ലാത്ത രീതിയിൽ നമ്മളാക്കിയത്. When you repent and when you are washed by Jesus, it is as if you never wasn't angry. You never sinned. അത് ഏത് പാവമായിക്കൊള്ളട്ടെ, നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ യേശുവിന്റെ രക്തം നമ്മൾ ഉടൻ തന്നെ ക്ലീൻ ചെയ്യുകയാണ്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തി പോലെ പിന്നെ ദൈവം നമ്മളെ കാണുന്നത്. So however bad the sin is, once you genuinely repent, God wash you and clean you, and it is as if you never sinned. അതുകൊണ്ട് ആ മാനസാന്തരം ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഒരു ദിവസം എത്ര പ്രാവശ്യം മാനസാന്തരപ്പെട്ടാലും ഒരു കുറവും വരത്തില്ല. That is why repentance is so essential to living a victorious Christian life. ഹല്ലേലൂയ. Hallelujah. ഇനി പത്രോസ് പറയുന്നുണ്ട്, ആൽവിന മെമ്മറി വാക്യം പറഞ്ഞെന്ന്. എന്താ? ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല, എന്നാൽ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കണ്ടായിരുന്നോ? 2 കൊരിന്ത്യർ 3:9. 2 Corinthians 3:9. That's a verse that said. എന്താ കർത്താവ് താമസിക്കുന്നത്? As many things, God is not slow in keeping His വായിക്കാരെങ്കിലും വായിക്കും, പെട്ടെന്ന് വായിക്കും. Ministry that condemns men. No money. 2 Peter chapter 3 verse 9. 2 Peter. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ, just like how some people The think Lord God is not slow in keeping His promise, as some understand slowness. Instead, He is patient with you, not wanting anyone to perish, but everyone to come to repentance. ഹലോ, ഇത് ആരോടാ പറയുന്നത് ഈ വചനം? പുറത്തുള്ളവരോടാണോ? ഇത് പത്രോസ് വിശ്വാസികൾക്ക് എഴുതുന്നേ. പത്രോസ് ആ വചനത്തിലേക്ക് നോക്കിക്കേ, എന്നിട്ട് എന്താ ആരോടെ പറയുന്നത്? എന്നോട് പറയുന്ന ആ വചനം. So Peter was writing this to the church, the believers. അല്ലേ? നിങ്ങൾ
ഇത് താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദൂതമാണ്. നിങ്ങളോട്, എന്നോടൊന്ന് പറ. എന്നോട്. ഇപ്പൊ പത്രസപ്പസ്തലൻ എഴുതിയപ്പോ നിങ്ങളോട്. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോ എന്നോട്. എന്തിനാ ദൈവം ദീർഘക്ഷമ കാണിക്കുന്നത്? എന്റെ മോനെ ഒന്ന് മാനസാന്തരപ്പെട, നീ കോപ്പെട്ടൊന്ന് മാനസാന്തരപ്പെട, അസൂയ ഇല്ലേ ഒന്ന് മാനസാന്തരപ്പെട, അത്യാഗ്രഹം വന്നില്ലേ പെട്ടെന്ന് ഒന്ന് മാനസാന്തരപ്പെട. ഇതാ ദൈവം ആഗ്രഹിക്കുന്നേ. സ്തോത്രം. God is patient with everyone so that everyone, He doesn't want anyone to perish. That's the only reason. So it is very important that we repent so ഹല്ലേലൂയ. that we don't perish. ഒന്ന് തീരുമാനം എടുക്കാമോ? എന്നെ പിടിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, മുറുകെ പറ്റിയിരിക്കുന്നത്. അത് ഇടയ്ക്ക് തല ഉയർത്തുകയും ചെയ്യും. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. So there are certain things that have entangled us, the sins that have entangled us. So discern those sins and immediately repent when something happened like that. ആമേൻ. ഇതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? ഈ വചനം അനുസരിച്ച് ഇതിൽ കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടോ ഇല്ലയോ? Did you fail പരിശുദ്ധാത്മാവ് ചോദിക്കുക. in the last days? According to this word, did you not repent for anything? പ്രൈസലോ. നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ട് വന്നിരിക്കുമ്പോ പലവിധമായ കുറവുകളൊക്കെ വന്നു. കർത്താവെ എന്താ കുറവ് വന്നേന്നേ, അത് അന്നേരം എന്ത് ചെയ്യണം? അതിന്റെ ഇടയ്ക്ക് കർത്താവ് വന്നായിരുന്നെങ്കിലോ? ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കർത്താവ് വന്നാലോ? പോവോ? It is not enough that you just say a general prayer like I have sinned and forgive me and all those. You have to be specifically asking for the specific അത് നീട്ടി വെക്കരുത്. അതാ അതിന്റെ അർത്ഥം. നീട്ടിക്കൊണ്ടു പോകരുത്. അടുത്ത പ്രാർത്ഥന വരട്ടെ, എല്ലാം കൂടെ കൂടി ഇരിക്കുമ്പോ ഞങ്ങളുടെ പാവങ്ങളെല്ലാം വേണ്ട. ഈ എപ്പോഴാ കോവപ്പെട്ടെ? 5 മണിക്ക് കോവപ്പെട്ടോ? അത് പാവമാണെന്ന് മനസ്സിലായോ? 5:10 അവിടെ മുട്ടുമേ നിന്ന് എന്റെ കർത്താവേ എന്നോട് ക്ഷമിക്കണം, മാനസാന്തരപ്പെട്ടു. സ്തോത്രം. So do not postpone asking for repentance. Do not postpone that. So whenever it happens, you have to pray immediately. നടക്കൂ. ഇത് വല്ല നടക്കില്ലെങ്കിൽ പോക്ക് നടക്കില്ലെന്നാ ദൈവവചനം പറയുന്നത്. If you cannot do that, if ഞാൻ പറയുന്നതാണോ? you're too busy to do that, you might be too busy to go to heaven also. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന്. സ്തോത്രം. You have to take this very seriously. ഇത് മുറുകെ പറ്റിയിരിക്കുക. Because the sin is so നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് അവഗണിച്ച് വിട്ടേക്കുക. അതൊന്നും കുഴപ്പമൊന്നുമില്ല. These things we have not taken seriously. These small things we have not taken seriously. ഇന്ന് രാവിലെയും കൂടെ മാനസാന്തരപ്പെട്ടിട്ടാ വന്നേ. Even this morning, I have repented. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നല്ല. ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ല. സ്തോത്രം. എന്റെ കുറവുകൾ എനിക്കറിയാം. പെട്ടെന്ന് അയ്യോ എന്ത് അവിടെ കിടന്ന് വലിയ ഒരു അടി ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വഴക്കൂടിയ കാലങ്ങളെ മറന്നുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയുന്നതിന്റെ താല്പര്യം നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കിൽ ചിലപ്പോൾ മക്കളോടായിരിക്കാം. കോപം വന്നിട്ടുണ്ടോ? ഉടൻ തന്നെ എന്റെ ദൈവമേ എനിക്ക് ഇതിലേ ഒന്ന് ജയിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതെന്റെ മേൽ വാഴുകയാണല്ലോ. സ്തോത്രം. So what I'm trying to say is, if I have anger in my thoughts or even to children, whatever that is, immediately repent. ആമേൻ. ഒരു തീരുമാനം എടുക്കാമോ? ഇത് വളരെ സീരിയസ് ആയിട്ടൊന്ന് എടുക്കാമോ? Can you take it seriously? ഇങ്ങനെ നമ്മളെ ദൈവം കാണുമ്പോ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ദൈവം നമ്മളെ കാണുമ്പോ, And when God sees us like that, ദൈവം നമുക്ക് ഇതിന്റെ മേലൊരു ജയം ഒരു ദിവസം കൊണ്ട് തരും. and when you constantly repent and you have a desire to get out of the Sure. sin, one day, all on a sudden, you will get a complete victory over that sin. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. Whoever is thirsty, let him come to me. ആമേൻ. ദാഹിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. The one who believes, let him come to me. അപ്പോൾ ജയജീവിതം ചെയ്യുവാൻ, വിശുദ്ധ ജീവിതം ചെയ്യുവാൻ, ഈ മുറുകെ പറ്റിയിരിക്കുന്ന പാപം നമ്മളിൽ വാഴാതിരിക്കാനുള്ള ഒരു മോഹം, ഒരു ദാഹം നമുക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ മേൽ കൃപ പകർന്ന് ഒരു ദിവസം നമ്മളെ പൂർണ്ണ ജയാളയാക്കി മാറ്റും. If you really want to overcome these sins, if you have the thirst and hunger inside of us, then one day God will completely deliver us from that sin and make us completely victorious. ഹല്ലേലൂയ. ഒരു ദിവസം നമുക്ക് പറയാം, അയ്യോടാ ഞാൻ കോപപ്പെട്ടിട്ട് എത്ര ദിവസമായി, ഇതെന്തോ പറ്റി? And one day you will remember to say, oh my God, I haven't even gotten angry for a long time. Praise the Lord. Praise the Lord. പക്ഷേ ഞാൻ ഇങ്ങനെ മാറിപ്പോയി. How much I have changed. ആമേൻ. ദൈവം വിചാരിച്ച നടക്കും കേട്ടോ. When God when God ആമേൻ. He can do it. നിങ്ങൾ എന്തോ വിചാരിച്ച നോഹയുടെ പെട്ടകത്തിനകത്ത് സിംഹം വന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. ദൈവ മാറ്റിയതെങ്കിൽ മാറിയിരിക്കും, മിണ്ടത്തില്ല, ഒരു ശബ്ദം ഉണ്ടാക്കത്തില്ല. സ്തോത്രം. What did you think? In Noah's ark, lions were there, tigers were there, so they were making
big issue there? They were വളരെ not സൈലന്റ് ആയിരുന്നല്ല. They were not wild inside the ark. സകല മൃഗങ്ങളും ഇല്ലായിരുന്നോ? Because God brought them inside and they kept quiet. They were not wild. They behaved. എന്താ വിചാരിച്ച നോഹ പോയി പിടിച്ചോണ്ട് കയറ്റിയതാണോ എല്ലാത്തിനും കൂടെ? Nobody. നോഹ ഒന്നും ചെയ്തില്ല. ഇതെല്ലാം ഈരണ്ടായിട്ട് ലൈനായിട്ട് വരിക. പരിശുദ്ധാത്മാവ് വനത്തിൽ വ്യാപരിക്കാൻ തുടങ്ങി. സ്തോത്രം. മൃഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ തുടങ്ങി. ദൈവം അതുങ്ങളെ മാറ്റി. സ്തോത്രം. Noah didn't bring them in line, but those animals from the jungle, the Holy Spirit worked among those animals. The animals changed, and Amen. from the jungle they came 2 by 2 in a line. പെട്ടെന്നൊരു മാറ്റം. ജോഡിയായിട്ട് ഇനിമേൽ ഞങ്ങൾ ഒരു അടിപിടിക്കൂല. എന്താ സംഭവം? എന്താ പെട്ടെന്ന് മാറ്റം? ജോഡിയായിട്ട് വരണ്ടേ? ഒരു ജോഡിക്ക് പെട്ടെന്നൊരു മാറ്റം. പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. ദാ വരുന്നു. മാറിയ ഒരു പട്ടണത്തിനകത്തേക്ക് വരും. Even though the animals are wild, when the Holy Spirit worked, pair, they became very nice and well behaved. No more wild behavior. ആമേൻ. കാഹളം ധ്വനിക്കുമ്പോ ഇതുപോലെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് മാറ്റപ്പെട്ട ഒരു കൂട്ടർ പതുക്കെ ലൈനായിട്ട് പട്ടണത്തിനകത്തേക്ക് എടുക്കപ്പെടാൻ പോവുക. സ്തോത്രം. ആരെല്ലാം ഇവിടെ പരിശുദ്ധാത്മാവിന് വേണ്ടി ജീവിതം മാറാനായി ഇതിന്റെ മേലെല്ലാം ജയമെടുക്കാനായിട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരുന്നോ, അവര് പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് പെട്ടെന്ന് ഒന്നും ഇല്ലാത്തവരെ പോലെ ദൈവരാജ്യത്തിലെത്തും. So whoever waited and tarried upon the Holy Spirit and prayed for it, just like how these animals were tamed immediately, all on a sudden, in an instant, that will happen to us also, and we will be also going in line to get into. എത്ര പേര് വിശ്വസിക്കുന്നു എന്നെ മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും? How many of you can believe God can change us? എന്നിലുള്ള എത്ര വലിയ പിടിച്ചിരിക്കുന്ന സ്വഭാവമായാലും പഴയ മനുഷ്യന്റെ സ്വഭാവമായാലും അതിനെ മാറ്റിയെടുക്കാൻ എന്റെ കർത്താവിന് കഴിയും. How many of you believe that how bad the sins are, how worse it is, it doesn't matter. God can change me. God can make the impossible possible. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത കാര്യമൊന്നുമില്ല. There is nothing that is impossible for God. പക്ഷെ നമുക്കൊരു ദാഹം ഉണ്ടായാൽ മതി. But we have to have the thirst. ഈ സത്യം മനസ്സിലാക്കി ദൈവമേ ഇതൊന്നും എന്റെ മേൽ വാഴരുതേ അതിനെ കണ്ടുപിടിച്ച് കരഞ്ഞ് നിലവിളിച്ച് മാനസാന്തരപ്പെട്ട് ഇരിക്കുന്നവരെ ദൈവം മാറ്റിയെടുക്കും. We have to understand the truth, and then you have to find out that in your life. You have to discern those truths in your life, sins in your life, and cry out to the Lord. And whoever does that, God will change. ഹല്ലേലൂയ. Hallelujah. ഈ ഒരൊറ്റ കാര്യം ഇന്ന് ചെയ്താൽ മതി. ഇത്രയും മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി ഇന്ന്. സ്തോത്രം. ഇത് വലിയൊരു കാര്യമാണ്. Only one thing, you remember that. This is only one thing at least. ഹല്ലേലൂയ. ഇനി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ 2 ആഴ്ചയും കൂടെ ഉണ്ട്. To get into the new year, we have 2 more weeks. God. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതല് ഈ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ കുറവുകൾ വരുമ്പോൾ, നമ്മുടെ മേൽ പഴയ മനുഷ്യൻ വാഴുമ്പോൾ നമുക്കറിയാം, ഉടൻ തന്നെ മാനസാന്തരപ്പെടുക, ഉടൻ തന്നെ കർത്താവിനോട് ഏറ്റു പറയുക. ഇത് ദിവസവും എപ്പോഴാണോ അന്നേരം ചെയ്തുകൊള്ളുക. ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിൽ അന്നേരം ചെയ്യ്, ജോലി ഹോസ്പിറ്റലിലാണെങ്കിൽ അന്നേരം ചെയ്യ്, എവിടെയാണെങ്കിലും നമുക്ക് അന്നേരം അത് ചെയ്യാൻ പറ്റും. From today onwards, whenever a mistake happens, whenever you happen to sin, immediately repent. When you're driving, at work, at school, it doesn't matter. You can do it immediately. Praise the Lord. Don't postpone it. Don't delay it. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓട്ടം വളരെ സ്ഥിരതയോടുകൂടെ നമുക്ക് ഓടാം. When you do like that, with the concentration and focus on the sins, avoiding the sins, entangling sins, then you can run your race with perseverance. മുറുകെ പറ്റുന്ന പാവം ഇതാണ്. These are the sins that entangles us. ഇന്ന് എന്തോ സംഭവിക്കുന്നു? ഇതൊന്നും പാവത്തിന്റെ ലിസ്റ്റിലേ ഇല്ല. Today what happened is none of these things that we read are in today's sin list. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് ദൈവം ഏറ്റവും പാവമായിട്ട് കാണുന്നത്. Even though സ്തോത്രം. people don't consider these as sins any longer, but God is going to see those things as big sins. ഓക്കെ. കർത്താവ് മാനസാന്തരം പ്രസംഗിച്ച് ആരംഭിച്ചു ശുശ്രൂഷ. Jesus started his ministry by preaching repentance. കർത്താവ് അവസാനിപ്പിച്ച് എങ്ങനെയാണെന്നറിയാമോ? How did he finish his? എപ്പോഴാണ് കർത്താവിന്റെ പ്രസംഗം നിർത്തിയത്? When did he finish his preaching? എല്ലാവരെയും അനുഗ്രഹിക്കുകയിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോഴാണ് പ്രസംഗം നിർത്തിയത്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ പ്രസംഗമാണ്, കർത്താവിന്റെ പ്രസംഗമാണ്, സഭയ്ക്കുള്ള പ്രസംഗമാണ് അല്ലേ? അവിടെ എന്തോ 2 സഭയൊഴിച്ച് ബാക്കി സഭയുടെ ഒക്കെ എന്തോ പ്രസംഗിച്ചേ? ഹലോ,
കർത്താവ് 7 സഭകളോട് പ്രസംഗിച്ചപ്പോൾ, അല്ലെ, പ്രസംഗം 2-3 അധ്യായത്തില് അതിൽ 2 സഭയോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞിട്ടില്ല. ബാക്കി 5 സഭയോടും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച്, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ഈ വിഷയത്തിന്റെ മേൽ നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ തന്നെ ഉമിണ്ണുകളയും. പല ഗുണങ്ങളൊക്കെ ഉണ്ട്, പല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണല്ലോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ അവരെ പോലെ, അതൊന്നും എനിക്ക് വിഷയമല്ല, അതുണ്ട്, അത് സത്യമാണ്. പക്ഷെ നിനക്ക് കുറവുള്ള ഒന്നുണ്ട്, അത് നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ അയ്യോ ഇത്ര ക്രൂരനാ, അയ്യോ സ്നേഹവാനല്ല, അത് സ്നേഹവാന. അപ്പൊ അവിടെ ആ കർത്താവിനെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? അവിടെ 2-3 അധ്യായം ഒന്ന് വായിച്ചു നോക്കട്ടോ. കർത്താവ് ചെറിയ കാര്യങ്ങളെ കണ്ടുപിടിച്ചിട്ട് പറയാ, എന്താ ഇതിൽ നീ മനസാന്തരപ്പെട്ടില്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നീ അതൊന്നും കുഴപ്പമില്ല, നിനക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ, നിനക്ക് 95% നീ ഓക്കെയാ, 5% അല്ലേ ഓക്കെ എന്ന് പറയത്തില്ല കർത്താവ്. അതിനോട് എന്താ പറയുന്നേ? മാനസാന്തരപ്പെട്, മാനസാന്തരപ്പെട്, മാനസാന്തരപ്പെട്. So in Revelation chapter 2 and 3, that's where you see Jesus ending his preaching. There, when he was preaching the letter to 7 churches, out of the 7, to 5 churches he said to repent. He points out certain good things about those churches, but at the same time, he also points out some minor things, looks like, but they are not minor in the eyes of the Lord. He says that and says, if you don't repent, I'll spit you out of your mouth and things like that. ഹല്ലേലൂയ. 3:19 വാക്യം മാത്രം ഞാൻ വായിക്കാം. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കും. Revelation 3:19. 19. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും Those whom I love, I rebuke and discipline. ശിക്ഷിക്കുകയും ചെയ്യും. Those whom I love, I rebuke. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം. So be earnest മാനസാന്തരപ്പെടുക. and repent. അതാണ് പ്രസംഗത്തിന്റെ അവസാന വാക്യം. And that is the last sentence. ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? Does God love us? ഉണ്ടെന്ന് പറ. അവൻ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല ഇന്നും മാനസാന്തരത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞത്. It is because he loves us, he is still preaching about repentance. അവൻ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഇന്നലത്തെ ദിവസം ചില കാര്യങ്ങൾ, ചില വീഴ്ചകളൊക്കെ വന്നിട്ട് മാനസാന്തരപ്പെടാതെ ഇവിടെ കടന്നു വന്നപ്പോൾ ഇന്നും അവൻ സ്നേഹത്തോടുകൂടെ പറയുന്നേ, മക്കളെ ഞാൻ ദീർഘക്ഷമ കാണിക്കാം കേട്ടോ, മാനസാന്തരപ്പെട്, പെട്ടെന്ന് മാനസാന്തരപ്പെടാം. Isn't it because he loves that we did something in the last days, and when we come today again, God is asking us to repent. നീട്ടിവെക്കാതെ, മാറ്റിവെക്കാതെ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം നമ്മളിൽ ഉണ്ടാകട്ടെ. അത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തിലേക്ക് നമ്മളെ നടത്തും. Do not postpone repenting. Let all of us have this godly sorrow, and it should lead to repentance. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് മാനസാന്തരപ്പെടാം. 1 second, let us take to repent. എവിടെയാണ് നമുക്ക് മാനസാന്തരപ്പെടാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കാണിക്കുന്നത്? What are the areas that God is showing you that you have to repent? ഓരോരുത്തരും തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. Self-examine. എന്ത് കുറവുകളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ജീവിതത്തിൽ വന്നേ? What were the mistakes that happened? നമ്മുടെ നാവിൽ വല്ല മിസ്റ്റേക്കും വന്നോ? In our tongue, നമ്മുടെ ചിന്തയിൽ വന്നോ? in our mind, നമ്മുടെ പ്രവൃത്തിയിൽ വന്നോ? in our deed. ഹല്ലേലൂയ. എവിടെയാ വന്നത്? കർത്താവേ, ഞാനത് മാനസാന്തരപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. Lord, I was not able to. സ്തോത്രം. ഓ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. Forgive me. നിന്റെ ഈ വചനത്തിന് മുമ്പാകെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. I'm submitting myself before you. നീ എന്നോട് ദീർഘക്ഷമയുള്ളവനായിരിക്കാൻ സ്തോത്രം. Thank you for your long suffering. നീ എന്നെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. Thank you for loving me. നീ എന്നെ ഓർമ്മപ്പെടുത്തുന്നതിനായി സ്തോത്രം. Thank you for reminding me. നീ എന്നെ ശാസിക്കുന്നതിനായി സ്തോത്രം. Thank you for rebuking me. നിന്റെ വചനത്തിന്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. I surrender myself before the word. ഇനി വരുന്ന ദിവസങ്ങളിൽ In the coming days, എന്റെ തെറ്റുകളെ കണ്ടുപിടിച്ച് I want to find out my mistakes. മാനസാന്തരപ്പെടുവാൻ കൃപ ചെയ്യണമേ. Help me repent. അത് ആത്മാവ് നമ്മളെ നടത്തുന്ന വഴിയാ. That is a way that the Spirit will lead us. മാനസാന്തരത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഓർക്കുക, നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നവരാ. If you have the spirit of repentance in you, remember, you are living in spirit. അതില്ലെങ്കിൽ ഓർക്കുക, നാം ജഡത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. If you don't have that spirit of repentance within you, you are living in flesh. ജഡം ഒരിക്കലും ദൈവത്തിന്റെ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. Flesh never subdues itself to the statutes of ജഡത്തിന് God. ഒരിക്കലും ദൈവഭയമില്ല. Flesh never fears God. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മാവിൽ ജീവിക്കാം.
Let us live in spirit. ദൈവം നമുക്ക് തന്ന കൽപ്പനയായ മാനസാന്തരപ്പെട്ട് ആത്മാവിൽ ജീവിക്കാം. The commandment that Lord gave us to repent. Let us do that in our lives. ജഡത്തെ മരപ്പിച്ച് ഹല്ലേലൂയ അതിനെ നിർമൂലമാക്കി നമുക്ക് ജീവിക്കാം. Let us put to death the flesh and its deeds in our life. ആമേൻ. ആകയാൽ ഇത്ര വലിയ സാക്ഷികളുടെ ഒരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളതുകൊണ്ട് Therefore, because of this great cloud of witnesses around us, സകല ഭാരവും മുറുകപ്പറ്റുന്ന പാവവും വിട്ട് നമ്മുടെ ഓട്ടത്തെ നമുക്ക് സ്ഥിരതയോടുകൂടി ഓടാം. throw off everything that hinders സ്തോത്രം. and the sins that entangle us and run our race Hallelujah. with perseverance. ഹല്ലേലൂയ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us with His word. സ്തോത്രം. ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. Thank you, Lord. യേശുവേ നന്ദി. സ്തോത്രം. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. Bless പ്രാർത്ഥിച്ചാൽ. സ്തോത്രം. Hallelujah. So, Father, thank you, Jesus. Thank you for giving us one more opportunity to come together and pray and worship and sing. സ്തോത്രം. Thank you for today's new grace, new love. Thank you for your new spirit. Thank you, Jesus. Thank you for the great word that you gave us today, your great counsel today. Thank you for the extended forgiveness that you offer. Thank you for the message of repentance, oh Father. We want to repent according to the word and live a life of repentance. So that whenever we discern our mistakes, we want to repent immediately. We want to find time for that in our life, every day of our lives, oh Lord. Like every day, let us be able to find out our mistakes and live in a life of spirit and not in flesh. Let us be living a life, our children live a life where there is a fear of God in our life, oh Jesus. Let fear of God control all areas of our life. When we look around, there is no fear of God around us, oh Jesus. But we want to live according to your word, believing that you are a living God and will judge every word, every action, every thought. Lord, let us not lose sight of that when we say God is love. Thank you, Lord, for the great message of repentance. Because we can see to the great fathers that we had, how they walked in faith and what they went through in their lives before. We have planned, God has planned much greater thing for us because we are the bride for you, groom. We are born in the household of the Father God. Thank you, Jesus, for that privilege. But we understand it comes with great responsibility, O Lord. Thank you that we are able to understand it and learn it so that we practice it in our daily life. We keep our life holy from now on, O Lord. We want to live a holy life that is pleasing unto you. We want to pray every day that the meditation of our heart and the words of our mouth are pleasing in your sight. We want to pray like how the psalmist prayed. All the hidden sin shows, oh Father, all the sins that entangle us, let us be able to throw and put them away so that we can run our race with perseverance. Let nothing distract us on the way, oh Jesus. The thoughts of the world, the sight of the world, the lust of the eyes, the lust of the flesh, and the pride of life. Let not that be distractors in our lives anymore. We want to get the prize that is kept for us. Run our race with perseverance and strength. All these prayers we pray in Jesus' precious name. ആമേൻ. സ്തോത്രം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആരാധന ദൈവം അനുഗ്രഹിച്ചനായി സ്തോത്രം. സൺഡേ സ്കൂളിൽ അനുഗ്രഹിച്ചനായി സ്തോത്രം. മക്കളുടെ മേൽ പകർന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവമേ, ആരാധിക്കുവാനും സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കൃപ ചെയ്തതിനായി സ്തോത്രം. ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവേ അടിയനോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിൻ്റെ വചനത്തിനു മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവേ, ആത്മാവിൽ ജീവിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മുറുകെ പറ്റുന്ന കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് കർത്താവെ അത് ഏറ്റുപറയുവാനും മാനസാന്തരപ്പെടുവാനും ദൈവമേ നീതീകരണം പ്രാപിപ്പാനും ദൈവടയാക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നീ ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതിനായി വീണ്ടും അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, കടന്നു വരാൻ കഴിയാതെ ജോലിയിലായിരിക്കുന്ന സഹോദരനെ വീണ്ടും ഓർക്കുന്നു. അങ്ങയുടെ മകനെ അനുഗ്രഹിച്ചാട്ട് വീണ്ടും ഞങ്ങളെല്ലാം കടന്നു പോകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണം. കർത്താവ് വീണ്ടും ഞങ്ങൾ കൂടി വരുന്നതോടും വരെ അങ്ങയുടെ രക്തക്കോട്ടയിൽ ഓരോരുത്തരെയും അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെയും മറച്ചു കൊള്ളണമേ. ഞങ്ങളുടെ വരവിനായിട്ട് ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ,
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം സംസർഗവും നമ്മോടുകൂടെയും സകല വിശുദ്ധന്മാരുടെ കൂടെയും യേശുക്രിസ്തുവിന്റെ വരവരെയും ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. God bless you all. Bye.